രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുന്ന ആദ്യ മലയാളിയാകാൻ US സ്പേസ് ഫോഴ്സ് കേണൽ അനിൽ മേനോൻ. 3.5 കോടി മലയാളികളുടെ അഭിമാനമായി അനിൽ ഇന്ന് ബഹിരാകാശത്തേക്ക് പറക്കുകയാണ്. കസാഖിസ്ഥാനിലെ ബൈഖനൂർ കോസ്മോഡ്രോമിൽ നിന്ന് ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 8:17 ഈ പേടകം കുതിച്ചുയരുക. ഇന്ത്യൻ സമയം രാത്രി 11:56 പേടകം ബഹിരാകാശ നിലയവുമായി ഡോക്ക് ചെയ്യപ്പെടും. പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിയാണ് അനിലിന്റെ പിതാവ് ശങ്കരൻ മേനൻ. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം നമുക്കൊപ്പം ചേരുന്നുണ്ട് സയൻസ് ഡെസ്കിൽ നിന്ന്. ഗൗതം, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം എത്രയധികം അഭിമാനമുള്ള ദിവസമാണ്. കേരളത്തിൽ വേരുകളുള്ള ഒരാൾ ബഹിരാകാശത്തേക്ക് പോവുകയാണ്. സേതു, ഉറപ്പായും നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന സന്തോഷിക്കാവുന്ന ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. റോസ്കോസ്മോസിൻ്റെ പേടകത്തിലാണ് അനിൽ മേനോൻ ബഹിരാകാശത്തേക്ക് എത്തുക. ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 8:17 ഈ ദൗത്യം ആരംഭിക്കുന്നത്. അനിലിനൊപ്പം മറ്റ് 2 പേർ കൂടി ഈ ദൗത്യത്തിലുണ്ട്. 3 പേരുടെയും യാത്ര 8:17 ആരംഭിച്ച് രാത്രി 11 സ്പേസ് ഡോക്കിംഗ് നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് ഒരു പുലർച്ചയോട് കൂടിയിട്ടായിരിക്കും ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുക. എന്തായാലും അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം അവസാന ഘട്ടത്തിലാണ് എന്നാണ് നമുക്ക് നാസ ഇപ്പോൾ നൽകുന്ന വിശദീകരണം. സോയുസ് MS-29 എന്ന പേടകത്തിലായിരിക്കും ഈ യാത്ര നടക്കുക. ഒരുപക്ഷെ അനിൽ ഏറെക്കാലമായി, നമുക്കറിയാം, നാസയുടെ ബഹിരാകാശ ദൗത്യങ്ങളുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ അതിൻ്റെ ഗവേഷണവുമായി ബന്ധപ്പെട്ടും ഏറെക്കാലമായി പ്രവർത്തിക്കുന്ന ആളാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ചേറ്റൂർ ശങ്കരമേനോൻ്റെ പൗത്രനായിട്ടുള്ള ആളാണ്. പാലക്കാട് സ്വദേശിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷവും അഭിമാനമുള്ള ഒരു നിമിഷത്തിനാണ് കാത്തിരിക്കുന്നത്. ഈ തയ്യാറെടുപ്പുകൾ, അതായത് ഈ വിക്ഷേപണത്തിനുള്ള തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലെത്തിയിരിക്കുന്നു. ഇപ്പോൾ അവസാനവട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ, പേടകത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ചുള്ള അവസാനഘട്ട പരിശോധനകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പരിശോധനകൾ പൂർത്തിയാക്കിയതിന് ശേഷം അതിനെ വിക്ഷേപണ തറയിലേക്ക് മാറ്റുകയും പിന്നീട് വിക്ഷേപണത്തിലേക്കുള്ള കാത്തിരിപ്പുമാണ് ഉണ്ടാവുക. എന്തായാലും നേരത്തെ തന്നെ അനിൽ സൂചിപ്പിച്ചതനുസരിച്ച് വലിയ ചരിത്രപരമായൊരു ദൗത്യത്തിന് അതിൻ്റെ ഭാഗമാകുമ്പോൾ വരാനിരിക്കുന്ന ഇന്ത്യൻ ഗവേഷണ പരീക്ഷണങ്ങൾക്ക്, പ്രത്യേകിച്ച് ഗഗൻയാൻ ഉൾപ്പെടെയുള്ള പരീക്ഷണങ്ങൾക്കും അതിൻ്റെ പദ്ധതി നടപ്പാക്കുന്നതിനും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തനിക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്താൻ, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സഹായമായി മാറാൻ, അതിനൊരു വഴികാട്ടിയായി മാറാൻ അനിൽ മേനോന് കഴിയുമെന്നുള്ള പ്രതീക്ഷ കൂടി ഇന്നത്തെ ഈ വിക്ഷേപണവും ഇന്നത്തെ ഈ യാത്രയും പൂർത്തിയാകുമ്പോൾ നടക്കുമെന്നാണ് നമുക്ക് വിലയിരുത്താനാവുക. എന്തായാലും ഏറെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും നമ്മൾ കാത്തിരിക്കുകയാണ് ആ വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കാൻ ചെയ്തു.